ഹലോ ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിഫ്റ്റിന് ശേഷം ഇന്ന് എനിക്കൊരു ഡേ ഓഫ് കിട്ടി. ഞാൻ വിചാരിച്ചു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ നല്ല ടയേർഡാണ്, എൻ്റെ സ്കിൻ നല്ല ഡള്ളാണ്. മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ കർട്ടൻ ഓപ്പൺ ചെയ്തിരുന്നത് എനിക്ക് വളരെ ഇഷ്ടമാട്ടോ. ആ നാച്ചുറൽ ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആവും. എല്ലാ ദിവസവും എങ്ങനെയായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു പോകും, പക്ഷെ അത് പ്രാക്ടിക്കലി വർക്കൗട്ട് ആവില്ല. പക്ഷെ സ്കിൻ കെയർ അത് വിട്ടിട്ടുള്ള കളിയില്ല മക്കളെ. സോ ഇന്നത്തെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് കഴിഞ്ഞു, അപ്പം അത് വാങ്ങിക്കാൻ പോകണം. സോ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങിയേ പറ്റൂ. സോ ഞാൻ ഒന്ന് വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്ന്. സോ നമുക്ക് പോയിട്ട് വന്നാലോ? സോ റെഡി ആവാം. എനിക്കെൻ്റെ മെയിൻ കൺസേൺ എൻ്റെ ഹെയർ ആട്ടോ. അത് എത്ര കെട്ടിയാലും എങ്ങനെ കെയർ ചെയ്താലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാറില്ല. സോ ഈ ഇടയായിട്ട് നല്ല ഹെയർ ഫോളും ഉണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഹെയർ കെയർ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഹെയർ. പക്ഷെ എൻ്റെ മടി കാരണം എനിക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റാറേയില്ല. എൻ്റെ ഹെയറിന് ഞാൻ ഇതുവരെ ഒരു പരീക്ഷണത്തിൽ പോലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇതുവരെ ഒരു എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം കണ്ട ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഹെയർ കട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു കാര്യം ഞാൻ ഹെയറിൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, എൻ്റെ ഹെയറിന് ആരോ പിടിച്ചു നിർത്തിയ പോലെ അവിടെ തന്നെ നിൽക്കുക. ഇന്ന് ഡേ ഓഫ് ആണെങ്കിലും എൻ്റെ ബോഡി സ്റ്റിൽ ഷിഫ്റ്റ് മോഡിൽ തന്നെയാണ്. നല്ല ടയേർഡാണ്. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം നല്ല ഡള്ളാണ്. ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. സോ ഹൈഡ്രേറ്റിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹൈലറോണിക് ആസിഡ് ആട്ടോ. ആക്ച്വലി ക്ലെൻസിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവന്റെ മോയ്സ്ചറൈസർ ക്രീമാണ്. മൈ ഫേവറേറ്റ് വൺ. സിമ്പിൾ, ഫ്രാഗ്രൻസ് ഫ്രീ ആൻഡ് സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ലോങ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ സ്കിൻ ബാരിയർ നല്ലപോലെ വീക്കാവും. സോ ഹെവി പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ആക്ച്വലി എൻ്റെ ഡ്രൈ സ്കിൻ ആട്ടോ. 1.5 year ആയി ഞാൻ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മൈ സ്കിൻ ഫീൽ സോ ഗുഡ്. സോ ഡ്രൈ സ്കിൻ ഉള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ മസാജ് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ വിചാരിക്കും ഇട്ടതെല്ലാം തൂത്ത് കളയാണല്ലോ എന്ന്. പക്ഷെ എനിക്ക് എങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എന്താണെന്ന് അറിയില്ല, ഞാൻ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാൻ ശീലമായ ഒരു കാര്യം. എനിക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫേസ് മസാജോ ഫേസ് യോഗയോ അങ്ങനെ ഒട്ടുമല്ല. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ മുഖത്ത് എന്തിട്ടാലും ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി റെഡി ആവാം. ഞാൻ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആയ ഒരു ഔട്ട്ഫിറ്റ് ആട്ടോ ഇട്ടേക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ പുറത്തൊരു ജാക്കറ്റും കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പിന്നെ അടുത്ത ചടങ്ങ് മുടി കെട്ടല. അതൊരു 1.5 പണിയാണ്. എങ്ങനെ മുടി കെട്ടിയാലും എനിക്ക് സംതൃപ്തിയാവില്ല. ഏതൊക്കെ സ്റ്റൈലിൽ കെട്ടാൻ നോക്കിയാലും അവസാനം എൻ്റെ ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്, അതിൽ തന്നെ അവസാനം എത്തിപ്പെടും. സോ ഞാൻ ഒന്നും കൂടി മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ഫോർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. പിന്നെ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം സൺസ്ക്രീമാണ്. അതെൻ്റെ തീർന്നു. അപ്പം മെയിനായിട്ട് ഇന്ന് പോക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പോണത് മെയിനായിട്ട് എനിക്ക് സൺസ്ക്രീൻ വാങ്ങണം, പിന്നെ കുറച്ച് ചില്ലറ കാര്യങ്ങളും. അങ്ങനെ ഏകദേശം നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇത് ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് ബേസിക് സ്കിൻ കെയർ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമാണ് വാസ്ലിൻ. അതില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. ദെൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് എന്ന് പറയാനായിട്ട്. അങ്ങനെ ഹെയർ എല്ലാം കെട്ടി. സോ ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ഗുഡ് എനഫ് ഫോർ ടുഡേ. അധികമായാൽ അമൃതും വിഷം എന്നല്ലേ. സോ അധികം ആഡംബരമൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആൻഡ് ജെന്റിൽ മേക്കപ്പ്. അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് വന്നാലോ? അപ്പോൾ ഗൈസ്, എൻ്റെ റെഡി ആവലെല്ലാം കഴിഞ്ഞു. സോ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല, കാരണം വീഡിയോ നല്ല ലെങ്തി ആവും. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സോ ഇപ്പം പോയിട്ട് വരാം. ഇന്ന് നല്ല സണ്ണി ക്ലൈമറ്റ്, നല്ല വെതറാണ് പുറത്തു പോകാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നടക്കും. ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ എ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതെന്തായാലും മസ്റ്റാണല്ലോ. സെൽഫ് കെയർ കഴിഞ്ഞിട്ടേ എന്തോ ഉള്ളൂ. അങ്ങനെ ഫൈനൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിട്ടോ. തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഈ ആളെ കൂട്ടാണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകാറില്ല, അതിൻ്റെ ചെറിയ പിണക്കത്തിലാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. See you in my next video. Bye guys.